ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയും കാലാവസ്ഥയും കൂടുതൽ ഭീഷണമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രസക്തമാവുകയാണ് പരിസ്ഥിതി ദിനാചരണം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന പ്രമേയവുമായാണ് ഇത്തവണ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം, കുടിവെള്ളക്ഷാമം, ജൈവ വൈവിധ്യ ശോഷണം, മാലിന്യ ജലസേചന പ്രശ്നങ്ങൾ തുടങ്ങിയവയാൽ പ്രതിസന്ധിയിലാണ് ലോകം. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ബാഹുല്യമുയർത്തുന്ന ഭീഷണി ചെറുതല്ല. ഈ സാഹചര്യത്തിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊള്യൂഷൻ എന്ന ഹാഷ്ടാഗും പങ്കിട്ട വെല്ലുവിളി കൂട്ടായ പ്രവർത്തനം എന്ന മുദ്രാവാക്യവുമായുള്ള ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ദക്ഷിണ കൊറിയ ആതിഥേയത്വം വഹിക്കുകയാണ്. 1907 പ്ലാസ്റ്റിക്കിന്റെ കടന്നുവരവോടെ തുടങ്ങിയ വലിച്ചെറിയൽ സംസ്കാരം ഇന്ന് വലിയ അളവിലുള്ള പ്ലാസ്റ്റിക് കൂമ്പാര ഭീഷണിയായി മാറിയിരിക്കുന്നു. 4000 മുതൽ 5000 വർഷം വരെ മണ്ണിൽ നശിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് വിഷാംശങ്ങൾ ജലത്തിലും മറ്റും കലർന്ന് രോഗജന്യമാകുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ എന്ന വിഷം വായുമലിനീകരണം ഉണ്ടാക്കുകയും ക്യാൻസറിന് കാരണമാകുകയും ചെയ്യും. വിവാഹ പാർട്ടികളിലും വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് കുപ്പിവെള്ളമാണ്. അത് 1-2 സിപ്പ് അകത്താക്കിയിട്ട് അത് കളയുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ വെള്ളവും വേസ്റ്റ് ആവുന്നുണ്ട്, കുപ്പിയും വേസ്റ്റ് ആവുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ശുദ്ധമായ വെള്ളം തിളപ്പിച്ച് ചുക്കുവെള്ളം എന്നൊക്കെ പറയില്ല, അത് സ്റ്റീൽ ഗ്ലാസ്സിൽ വിതരണം ചെയ്യാൻ നമുക്കൊരു പ്രയാസമില്ല. കുട്ടികളിലൊക്കെ കൊടുത്തയക്കുന്ന അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ കൊടുക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ് വെള്ളം കൊടുത്തയക്കുന്നത്. അത് ആ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. അതിന് പകരം കൊടുക്കാവുന്നത് സ്റ്റീൽ കുപ്പികളിലാണ്. സ്കൂളുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം സമൃദ്ധമായി ലഭ്യമാക്കുക എന്നുള്ളൊരു കാര്യമാണ്. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന മലിനീകരണത്തെ പരമാവധി ഒഴിവാക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. ഓരോ മിനിറ്റിലും 2,36,000 ടൺ മൈക്രോ പ്ലാസ്റ്റിക് സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും വന്നടിഞ്ഞുണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതത്തിൽ നിന്ന് പരിസ്ഥിതിയെ രക്ഷിക്കുവാൻ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും ക്രമേണ അവസാനിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. 21% പ്ലാസ്റ്റിക്കുകൾ മാത്രമേ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ തന്നെ 9% റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് മാലിന്യമായിട്ട് അവശേഷിക്കുകയാണ്. 6300 ലക്ഷം ടൺ പ്ലാസ്റ്റിക്കാണ് സമുദ്രത്തിൽ കിടക്കുന്നതെന്നാണ് അറിയുന്നത്. ലോകത്താകെയുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ വലിയൊരു ഭാഗവും ഇന്ത്യയുടെ വകയാണെന്ന കണ്ടെത്തൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായി നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. TCV തൃശ്ശൂർ.